ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് ഞങ്ങൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. പോയി വന്നതാണ്. അപ്പൊ പോകുന്ന ടൈമില് എനിക്കൊന്നും പറയാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടുന്ന് രാവിലെ 5:15 ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് തന്നെ പെയിന്റിങ്ങിന്റെ ഒക്കെ പണിയിലാണുള്ളത്. ഇപ്പൊ വീട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്ന് സേവ് ദ ഡേറ്റിന് ഞങ്ങൾ പോയിട്ടുള്ളത് കരിയാത്തമ്പാറ, ഈ ബാലുശ്ശേരിയുടെ അടുത്താണ്. തോണിക്കടവ് എന്നൊക്കെ പറയും, അവിടെയാണ് കേട്ടോ പോയത്. അപ്പൊ രാവിലെ തന്നെ 5:15 തന്നെ ഇവിടുന്ന് പോയതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഒന്നും ഞങ്ങൾ രണ്ടുപേരല്ലേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എടുക്കാന്നല്ലാതെ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഈ ക്യാമറേന്റെ സൈഡിൽ ഒരുമാതിരി തണുപ്പ് പിടിച്ചത് മാതിരി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോന്റെ ക്വാളിറ്റി കുറച്ച് കൂട്ടിട്ട് കാണാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതെന്താന്നല്ലേ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് എന്റെ മേക്കപ്പിന്റെ പ്രോഡക്ട്സ് ഒക്കെ കാണിക്കുന്ന 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലിപ്സ്റ്റിക് വാങ്ങിയില്ലേ എന്നൊരു കമന്റ് കണ്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ട്. ഇതും വേറൊരു ലിപ്സ്റ്റിക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് വന്നിട്ട് മാമാ എർത്തിന്റെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് പറയുന്നത് ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുക, അതുകൊണ്ടാട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ബ്രൈഡിനൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയാ, ഒട്ടും അങ്ങനെ ഡ്രൈ ആകുന്നൊന്നുമില്ല. അതൊക്കെ പോട്ടെ, ലിപ്സ്റ്റിക്കിന്റെ കാര്യം ചോദിച്ചോണ്ട് പറഞ്ഞാണേ. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടത്. ഞാൻ വന്നിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തോന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ തുടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇട്ടിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഇന്ന് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഡ്രസ്സ് വന്നിട്ട് ഇതാട്ടോ. ഇതൊക്കെ ഇതിന്റെ പുറകില് വരുന്നുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ അതിലൊക്കെ ഞാൻ നല്ലോണം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒട്ടും ടൈം ഇല്ല, അതുകൊണ്ട് ഈ ഒരു കോസ്റ്റ്യൂമിൽ മാത്രമാണ് സേവ് ദ ഡേറ്റ് എടുത്തിട്ടുള്ളത് തന്നെ. അത്രയൊക്കെ മതി. പിന്നെന്താ പറയാനുള്ളത്, വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്നിനും ടൈം കിട്ടുന്നില്ല. എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, പുറത്ത് പോകാനുള്ളത് കൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കിട്ടുന്ന ഈ ചെറിയ ടൈമിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന് ഞാൻ സേവ് ദ ഡേറ്റിന് പോകുന്നത്, ഒരുങ്ങുന്നതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോ രാവിലെ അറിയാലോ, 5:15 ഇവിടുന്ന് പോകണമെങ്കിൽ കുറെ ടൈം ഒരുങ്ങാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു ടൈം ഈ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് എനിക്ക് ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനാവില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ സേവ് ദ ഡേറ്റ് ഒക്കെ കണ്ടിട്ട് വാ. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പോയിട്ട്. പിന്നെ നമ്മുടെ ക്യാമറമാൻ ഉണ്ടല്ലോ, ക്യാമറമാനെ പറ്റി എടുത്തു പറയാണ്. നമ്മുടെ നൂറിൻ ഷെരീഫിന്റെ ഒക്കെ ഈ എൻഗേജ്മെന്റിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ അവരുടെ ടീമാണ് കേട്ടോ എടുത്തത്. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആവലോൺ വെഡിങ്സ് എന്ന് പറഞ്ഞ പേജിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. സൂപ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് പോയി നോക്കുക. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. ഇത് രാവിലെ 5:15 അമ്പാടിയേട്ടൻ താഴെ വന്നപ്പോൾ അടുത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ വരികയാണ് കേട്ടോ കൂടെ. അപ്പോൾ ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ട് കാണാം. പല ആംഗിളിലൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാനല്ല ചിലതൊന്നും എടുത്തത്. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ടേ.
ഇപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പോസിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതേ അമ്പാടിയേട്ടൻ എന്നെ വീട്ടിലാക്കിയിട്ടുണ്ട്. ബൈ ബൈ.